ഈ പ്ലാറ്റ്ഫോമിലൂടെ പ്രിയപ്പെട്ടവരുമായിട്ട് കാണാനും ദൈവവചനം സംസാരിപ്പാനും ഇങ്ങനെ ഒരു അവസരം ലഭിച്ചതോർത്ത് ഞാൻ ദൈവമുമ്പാകെ നന്ദിയുള്ളവനായിട്ടായിരിക്കുന്നു. I am thankful before the Lord that He gave us an opportunity like this to be together in a platform like this. പ്രിയപ്പെട്ടവരെ, നമ്മൾ ആയിരിക്കുന്ന ഒരു കാലഘട്ടം പല നിലയിലുള്ള വിശ്വാസികളുടെ ഇടയിൽ പോലും പല നിലയിലുള്ള ചിന്തകളും ആ നിലയിലുള്ള ഭാരങ്ങളും കൊണ്ടുവരുന്ന ഒരു കാലഘട്ടമാണ്. Dear ones, even among the believers, we are in a time where a lot of thoughts come among the believers right now. ആ തീവ്രത, ആ കാര്യങ്ങളൊക്കെയും അവിടെ നേരിട്ട് അനുഭവിക്കുകയും മനസ്സിലാക്കുകയൊക്കെ ചെയ്യുന്ന പ്രിയപ്പെട്ടവര് ഒന്നിച്ച് നമ്മൾ ഒന്ന് കൂടുമ്പോൾ നമുക്ക് എന്തിനെ കുറിച്ചാണ് ധൈര്യപ്പെടാനായിട്ടുള്ളത്? When we are all like this together, what is it that we have to fear within us? പ്രിയപ്പെട്ടവരെ, നമുക്ക് നമ്മളെ സ്നേഹിക്കുന്ന നമ്മുടെ പിതാവ്, വലിയവനായ ദൈവം, അവിടുന്ന് നമ്മോട് കൂടെയുണ്ട് എന്നുള്ളതാണ് നമുക്ക് ധൈര്യം നൽകുന്ന കാര്യം. Dear ones, the thing that gives us a lot of strength is the fact that our Lord is there with us. കർത്താവ് നമ്മളെ സ്നേഹിക്കുന്നു, അവിടുന്ന് കണ്ണിന്റെ കൃഷ്ണമണി പോലെ നമ്മളെ സൂക്ഷിക്കുന്നു, അവിടുത്തെ മക്കളാണ് നമ്മൾ. The Lord loves us and He takes care of us as the apple of His eye, and we are His children. അപ്പോൾ അതുകൊണ്ട് തന്നെ ഏത് സാഹചര്യത്തിലും നമുക്ക് നമ്മുടെ പിതാവുമായിട്ടുള്ള, സ്വർഗീയ പിതാവുമായിട്ടുള്ള ബന്ധമാണ് ഏറ്റവും പ്രധാനം. So at all times the most important thing is our relationship with our Heavenly Father. അതുകൊണ്ട് തന്നെ ഇന്ന് ഈ ദിവസങ്ങളിൽ ഈ മീറ്റിങ്ങുകളുടെ ചിന്താവിഷയമായിട്ട് എടുത്തിരിക്കുന്നത് ദൈവത്തോടുള്ള നമ്മുടെ ബന്ധത്തെ കുറിക്കുന്ന 2 വാക്യങ്ങളാണ്. So even today, as we have gathered also, it is in relation to our relationship. The 2 verses has been taken. ഇവിടെ നോക്കുക, നമുക്ക് 2 കൊരിന്ത്യർ 11-ാം അധ്യായം 2-3 വാക്യങ്ങൾ. ഞാൻ നിങ്ങളെക്കുറിച്ച് ദൈവത്തിന്റെ എരിവോടെ എരിയുന്നു, ഞാൻ ക്രിസ്തു എന്ന ഏകപുരുഷനെ നിങ്ങളെ നിർമ്മല കന്യകയായി ഏൽപ്പിപ്പാൻ വിവാഹനിശ്ചയം ചെയ്തിരിക്കുന്നു. എന്നാൽ സർപ്പം ഹവ്വായെ ഉപായത്താൽ ചതിച്ചതുപോലെ നിങ്ങളുടെ മനസ്സ് ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് വഷളായി പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. 2 Corinthians 11:2 and 3. For I am jealous for you with a godly jealousy, for I betrothed you to one husband, to present you as a pure virgin to Christ. But I am afraid that as the serpent deceived Eve by his trickery, your minds will be led astray from the sincere and pure devotion to Christ. പ്രിയപ്പെട്ടവരെ, ഇവിടെ കർത്താവുമായിട്ടുള്ള നമ്മുടെ ബന്ധത്തെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. Dear ones, in this verse, our relationship with Christ is being referred to in this verse. ഒരു യുദ്ധമുണ്ടായി, വലിയ നാശമുണ്ടായാലും, അതല്ല അടുത്ത ദിവസം കർത്താവിൻ്റെ വരവ് സംഭവിച്ചാലും, എല്ലാം അവിടെ പ്രസക്തമാകുന്നത് നമുക്ക് നമ്മുടെ കർത്താവുമായിട്ടുള്ള ബന്ധം എങ്ങനെ ഇരുന്നു എന്നുള്ളതാണ്. Whether there is a war and a lot of damage has happened, or the very next day the Lord is coming, whatever it is, how our relationship with the Lord is what is most important. നമ്മൾ നമ്മുടെ കർത്താവിനെ മുഖാമുഖമായിട്ട് കാണുമ്പോൾ, അല്ലെ ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ, ദൈവത്തോടുള്ള നമ്മുടെ ബന്ധം അതാണ് പ്രധാനം. When we are before the presence of the Lord, or when we see our Lord face to face, that relationship is what is important. ഇന്ന് ക്രിസ്തീയ ലോകത്ത് ചിലർ കരുതുന്നത് ദൈവത്തിന് വേണ്ടിയുള്ള പ്രവർത്തനമാണ് വലുത് എന്ന് കരുതുന്നവരുണ്ട്. In the Christendom world, people think what we are doing for the Lord is more relevant. That is how some people think. തീർച്ചയായിട്ടും ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നത് ആവശ്യമാണ്, അത് വേണ്ടതാണ്.
Definitely, we must labor for the Lord, and that is an important element. എന്നാൽ അങ്ങനെയൊക്കെ കർത്താവിനായിട്ട് പ്രവർത്തിക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സ് ദൈവത്തോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് മാറിപ്പോവുകയും പ്രവർത്തനങ്ങൾ തുടരുകയും ചെയ്താൽ നമുക്ക് ദൈവത്തെ കബളിപ്പിക്കാൻ ഒക്കുകയില്ല. If we are doing a lot of things for the Lord, but our pure devotion to the Lord is not there, then we must remember that we cannot fool the Lord, or we cannot trick the Lord. കർത്താവ് നോക്കുക, നമ്മളുമായിട്ട് എത്രയോ അടുത്ത ഒരു ബന്ധം, അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്, അതിനെയാണ് ഇവിടെ വാല്യൂ ചെയ്തിരിക്കുന്നത് എന്നാണ് പൗലോസ് കൊരിന്ത്യരോട് പറയുന്നത്. Paul is telling to the people in Corinthians in this verse that the Lord is valuing the relationship that he has with us more. That is what is referred in this verse. പ്രിയപ്പെട്ടവരെ, നമ്മുടെ മനുഷ്യ ജീവിതത്തിൽ നമുക്ക് ഏറ്റവും അടുത്ത ബന്ധമെന്ന് പറയുന്നത് ഭാര്യാഭർത്തൃ ബന്ധമാണ്. In this world, in this human world, the closest relationship is the relation that one husband has towards his wife, or vice versa. മാതാപിതാക്കളാണ് നമുക്ക് ജന്മം നൽകി നമ്മളെ വളർത്തിക്കൊണ്ട് വന്നതെന്ന് പറഞ്ഞാലും നമ്മൾ ബൈബിളിൽ കാണുന്നത് അപ്പനെയും അമ്മയും വിട്ട് പിരിഞ്ഞ് ഭാര്യയോട് പറ്റിച്ചേരും. ആ നിലയിൽ കൂടുതൽ പ്രാധാന്യമുള്ള ഒരു ബന്ധമായിട്ട് ഭാര്യാഭർത്തൃ ബന്ധത്തെ നമ്മൾ കാണുന്നു. Even though it is the parents who is giving birth to a child, but the word of God is telling we must even separate from our father and our mother and join with our partner. So in that sense, the relationship between a husband and a wife is much higher. പ്രിയപ്പെട്ടവരെ, ഇവിടെ ബൈബിളില്, പ്രത്യേകിച്ച് പുതിയ നിയമത്തില്, കർത്താവും സഭയുമായിട്ടും കർത്താവും ആ സഭയിലെ അംഗങ്ങളായ നമ്മൾ ഓരോരുത്തരുമായിട്ടുള്ള വ്യക്തിപരമായ ബന്ധം ഒരു ഭാര്യാഭർത്തൃ ബന്ധത്തോട് ചേർത്താണ് പറഞ്ഞിരിക്കുന്നത്. Even in the word of God, the relationship that the people in the church has with the Lord is also referred to a husband and a wife kind of relationship. ഇവിടെ ഒരു ഭാര്യാഭർത്തൃ ബന്ധത്തിൽ ഏറ്റവും പ്രാധാന്യം എന്തിനാണ്? And in a husband-wife relationship, what is the most primary important thing? അത് ഒന്നാമത് അവര് തമ്മിലുള്ള ഒരു ഹൃദയബന്ധമാണ്. The first thing is the heart relationship between the two of them. ഇവിടെ ഭാര്യ 100% ഭർത്താവിനായിട്ട് തന്നെ ആയിരിക്കണം. അതിൽ നിന്ന് മാറിപ്പോയാൽ ആ ഏകാഗ്രത പോയി. The wife should be fully dedicated to her husband. If that is lost, then that devotion, that beauty is lost. നോക്കുക, നമ്മളിവിടെ ഈ 2 വാക്യങ്ങള് അതിമനോഹരമായിട്ട് ഈ ബന്ധത്തെക്കുറിച്ചും അതിനു പിശാചു കൊണ്ടുവരുന്ന ഭീഷണിയെക്കുറിച്ചും അതിനെതിരെ ജാഗ്രത പാലിക്കുന്നതിനെക്കുറിച്ചും വളരെ വ്യക്തതയോടെയും ഭംഗിയായിട്ടും പറഞ്ഞിട്ടിരിക്കുകയാണ്. These verses are really telling or trying to portray that beautiful relationship and how Satan can bring a distraction in that relationship has been picturized in these 2 verses. ഇവിടെ നമ്മൾ വായിച്ച ഇതിൻ്റെ അകത്തെ ഓരോ വാക്കുകളും എടുത്ത് നമുക്ക് ചിന്തിക്കാവുന്നതാണ്. Every word that we read in these verses, we can take it up individually and meditate on it. പൗലോസ് തുടക്കത്തിൽ പറയുന്നത് തനിക്ക് ഒരു ദൈവത്തിൻ്റെ എരിവോടെ താന് ഈ നിലയിൽ ദൈവത്തിനായിട്ട് വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്ന നിങ്ങൾ പ്രിയപ്പെട്ടവരെ ഓർത്ത് ഞാൻ എരിയുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. In the first verse, Paul is referring to a godly jealousy that is burning within him for the people of God. സാധാരണ നമ്മൾ അസൂയ എന്ന് പറയുന്നത് ആ നിലയിൽ നമ്മൾ സ്വാഗതം ചെയ്യുന്ന ഒരു കാര്യമല്ല. Generally, the word jealousy is not something that we generally have a warm feeling towards that word. പക്ഷേ ഇവിടെ കണ്ടോ, ഒരു ദൈവികമായ ഒരു അസൂയയോടെ നിങ്ങൾക്ക് വേണ്ടി എരിയുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. But in this verse, it is referred that
a man of God, with godly jealousy he is burning within. ദൈവികമായ അസൂയ എന്ന് പറയുന്നത് മറ്റേ നമുക്ക് പരിചയമുള്ള ഈ ലോകത്തിലെ അസൂയ പോലെയല്ല. A godly jealousy is in no way a comparison to the jealousy that we use in the human world. ഈ ലോകത്തിൽ നമുക്ക് പരിചിതമായ അസൂയയെക്കുറിച്ച് യാക്കോബിന്റെ ലേഖനം 3-16 നമ്മൾ കാണുന്നുണ്ട്. With regard to jealousy in the worldly term, we can see in James chapter 3 verse 16. അവിടെ ഈർഷ്യയും ശാഠ്യവും അല്ലെങ്കിൽ അസൂയയും സ്വാർത്ഥപരമായ ആഗ്രഹവും ഉള്ളിടത്ത് കലക്കവും സകല ദുഷ്പ്രവൃത്തിയും ഉണ്ട് എന്നാണ് നമ്മൾ അവിടെ വായിക്കുന്നത്. We read over here, for where jealousy and self-ambition exist, there is disorder and every evil thing. അപ്പോൾ അതുകൊണ്ട് തന്നെ അസൂയ ആ നിലയിൽ സ്വാഗതം ചെയ്യാവുന്ന കാര്യമല്ല. So, in light of this verse, jealousy is not something that we can invite into our life. പക്ഷെ ഇവിടെ ദിവ്യമായ ഒരു അസൂയയാണ്. But in Corinthians, we are referring to a godly jealousy, a divine jealous. ആ ദിവ്യമായ അസൂയ എന്തിനു വേണ്ടിയാണ്? And what is the reason for this divine jealousy? നമ്മുടെ കർത്താവുമായിട്ട് ഏറ്റവും അടുത്ത സുതാര്യമായ ഒരു ബന്ധത്തിലേക്ക് വരണം, അതിൽ കുറഞ്ഞൊരു കാര്യവും അനുവദിക്കാൻ പാടില്ല എന്നുള്ള ഒരു തീവ്രതയാണ് അതവിടെ കാണിക്കുന്നത്. This divine jealousy is pointing towards a desire that we must have a very pure relationship with the Lord. Nothing should come in between that relationship. That is what we see in this verse. കണ്ടോ, നമ്മളും കർത്താവും തമ്മിലുള്ള ബന്ധത്തിനിടയ്ക്ക് ഒന്നും വരരുതെന്ന് പറഞ്ഞ് ആ ബന്ധത്തിന്റെ തീവ്രത എത്ര കാര്യമായിട്ടാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. This verse is telling that nothing should come between your relationship with the Lord. How important that is, this verse is trying to tell. ആ വാക്യത്തിലെ അടുത്തൊരു പ്രയോഗം കണ്ടോ, ഏക പുരുഷന്, വൺ ഹസ്ബൻഡ്. Another word that we see in this verse is one husband. പിശാച് എപ്പോഴും കർത്താവിനോട് മാത്രം നമ്മൾ ബന്ധപ്പെട്ടിരിക്കാതെ ആ ഒരു ഏക ഭർത്താവ്, ഏക പുരുഷൻ എന്നതിൽ നിന്ന് മാറ്റി ഒന്നോ ഒന്നിലേറെയോ രണ്ടോ മൂന്നോ ബന്ധങ്ങളാകാം എന്നുള്ളതാണ് പിശാച് ഉന്നം വയ്ക്കുന്നത്. What is the devil aiming at for in our life? To separate us from this one husband or one man relationship. He is trying to tell you can have one or two or three more along with that one husband. എന്നാൽ കർത്താവിൻ്റെ കൂടെ വേറെ ബന്ധങ്ങൾ വന്നാൽ കർത്താവ് ഒരിക്കലും നമ്മുടെ ഭർത്താവായിട്ടിരിക്കുകയില്ല. But if you have other relationships along with the Lord Jesus, then the Lord Jesus will not continue to remain as your husband. നമ്മുടെ ഏക പുരുഷനായിരിക്കാൻ, ഏക ഭർത്താവായിരിക്കാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. Our Lord desires that He must be the one man or the one husband of your life. അതിനാണ് ആ ദിവ്യമായ അസൂയ. And the man of God is having that jealousy only for that one single relationship. പിശാചിന് ഇത് അറിയാമെന്നുള്ളത് കൊണ്ട് അവന് നമുക്കും കർത്താവിനും ഇടയ്ക്ക്, ആ ബന്ധത്തിനിടയ്ക്ക് കടന്നു വരാൻ അവൻ ശ്രമിക്കും. Because the devil knows of the Lord's this desire, he always comes to bring in some other things in that relationship. അവനറിയാം, അവനെ താൻ പിശാചാണെന്നും പറഞ്ഞ് നമ്മുടെ അടുത്ത് വന്നാൽ നമ്മൾ ഒരിക്കലും അവനെ സ്വീകരിക്കുകയില്ല എന്നവനറിയാം. The devil knows that if he comes before you telling that he is Satan, he knows that we will never entertain him in our life. അതുകൊണ്ട് തന്നെ അവനായിട്ടല്ല, അവന് പകരം കർത്താവുമായുള്ള ബന്ധത്തിനിടയ്ക്ക് പണമോ ലോകമോ ജഡമോ അങ്ങനെ എന്തെങ്കിലുമൊക്കെയും തിരികെ കയറ്റാനാണ് അവൻ ശ്രമിക്കുന്നത്. അല്ലാതെ കൊമ്പും പാലുമുള്ള പിശാച് കർത്താവിന്
ഒരു എതിരാളിയായിട്ട് നമ്മുടെ മുമ്പാകെ വരികയില്ല. കൂടുതൽ നമുക്ക് ആ നിലയിൽ പേടി തോന്നാത്ത ജഡമോ ലോകമോ പണമോ ഒക്കെ പകരം കൊണ്ടുവരും. ഇതാണ് അവൻ്റെ തന്ത്രം. The trickery or the method that devil tries to use in our life is he will bring things instead of him. He might try to put in a wedge with relationships in the form of money or in the form of flesh or in the form of other things, so that he will not come as a very monstrous person and we will be aware of it. ദൈവത്തിന് മായിട്ടുള്ള നമ്മുടെ ബന്ധം അതൊരു പൂർണ്ണതയുള്ള ബന്ധമായിരിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. Our Lord desires that the relationship that we have with God, it must be a full and a complete relationship. ആ പൂർണ്ണമായ ആ ബന്ധത്തിന് പകരം നമ്മുടെ സ്വയമോ മറ്റോ എന്തെങ്കിലും കാര്യത്തിന് വേണ്ടി നമ്മൾ കുറച്ചു ഭാഗം മാറ്റിവെച്ചാൽ ഫലത്തിൽ കുറച്ച് കഴിയുമ്പോൾ ആ മാറ്റിവെച്ചത് പിശാച് കൈയടക്കും. If in our relationship with God we reserve some place for self in our life, then after some time that place which you have reserved for yourself to thrive, Satan will come and acquire that place. He will dominate that place. അതുകൊണ്ട് തന്നെ നമ്മളിൽ നിന്ന് ദൈവം ആഗ്രഹിക്കുന്നത് നമ്മുടെ നന്മയ്ക്കായിട്ട് തന്നെ ദൈവം ആഗ്രഹിക്കുന്ന ഒരു പൂർണ്ണ പ്രതിബദ്ധതയാണ്. That is why for our own full good, God desires that we must have a full, complete, dedicated relationship towards Him. ബൈബിളിൽ എത്ര വാക്യങ്ങൾ ആ നിലയിലുണ്ട്? How many verses are there pointing towards that fullness? റോമർ 14:7-8 വാക്യങ്ങൾ നമുക്ക് പരിചിതമായ വാക്യങ്ങൾ. Romans 14:8 and 9, we are familiar with that verse. 7-8 നമ്മിൽ ആരും തനിക്കായി തന്നെ ജീവിക്കുന്നില്ല, ആരും തനിക്കായി തന്നെ മരിക്കുന്നതുമില്ല. ജീവിക്കുന്നുവെങ്കിൽ നാം കർത്താവിനായി ജീവിക്കുന്നു, മരിക്കുന്നുവെങ്കിൽ കർത്താവിനായി മരിക്കുന്നു. അതുകൊണ്ട് ജീവിക്കുന്നുവെങ്കിലും മരിക്കുന്നുവെങ്കിലും നാം കർത്താവിനുള്ളവർ തന്നെ. Romans 14:7 and 8, for not one of us live for himself, and not one dies for himself. For if we live for the Lord, or if we die for the Lord. Therefore, whether we live or die, we are the Lord's. കണ്ടോ, ജീവനോടിരുന്നാലും മരിച്ചാലും നമ്മൾ കർത്താവിനുള്ളവർ തന്നെയാണ്. ഒരു ടോട്ടൽ, കംപ്ലീറ്റ്, അബ്സല്യൂട്ട് ആൻഡ് പെർഫെക്റ്റ് സറണ്ടർ. അതാണ് ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. Whether we are living or whether we are dying, this is the kind of relationship that the Lord wants from us, a total, complete, surrendered relationship with Him. നോക്കുക, ഏകപുരുഷൻ എന്ന വാക്ക് നമുക്ക് അതിനോടുള്ള ബന്ധത്തിലാണ് നമ്മൾ ഈ കാര്യം പറഞ്ഞത്. We were reading this verse in the light of one husband from the 2 Corinthians verse. നമുക്ക് 2 കൊരിന്ത്യർ 11 നമ്മൾ ഓരോ വാക്കുകൾ എടുത്ത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണല്ലോ. അടുത്ത ഒരു വാക്കിലേക്ക് നോക്കാം. We were looking at every word that was mentioned in 2 Corinthians 11. Let us look at the next word. അവിടെ അടുത്ത് പറയുന്നു, നിങ്ങളെ നിർമ്മല കന്യക എന്ന് പറയും. The next word that we can see in 2 Corinthians 11:2 is a pure virgin. ഇവിടെ നിർമ്മലം എന്ന് പറയുന്നത് മറ്റാരുമായിട്ട് ബന്ധമില്ല. കന്യക എന്ന് പറയുമ്പോഴും മറ്റ് അവളുടെ പാതിവൃത്യം പോയിട്ടില്ല, പവിത്രത പോയിട്ടില്ല. അങ്ങനെ നിർമ്മല കന്യക എന്ന് പറയുമ്പോൾ 2 വട്ടവും നമ്മുടെ ആ ഒരു ദൈവത്തോടുള്ള ആ ഒരു പാതിവൃത്യത്തെ, അടുപ്പത്തെ, ആ ബന്ധത്തെ കൂടുതൽ തീക്ഷ്ണമായിട്ട് പറഞ്ഞിരിക്കുന്ന ഒരു വാക്കാണത്. The word pure, it is indicating that there is no other corruption along with that word. The word virgin is also highlighting the virginity of that individual. So from this verse it is amplifying the double importance of being pure and virgin, having that good pure relationship with the Lord. നമ്മളെ വ്യക്തിപരമായിട്ടായാലും സഭ എന്നുള്ള നിലയിലും
നമ്മൾ കർത്താവിന്റെ നിർമ്മല കന്യകയായിരിക്കണം. With relation to us as an individual or the church towards the Lord, we must be a pure virgin unto the Lord Jesus Christ. അതിന്റെ 3-ാമത്തെ വാക്യത്തിലും ഏകാഗ്രതയും നിർമ്മലതയും, നിർമ്മലത എന്ന പ്രയോഗം പിന്നെയും വീണ്ടും ആവർത്തിക്കുന്നു. നോക്കുക, അതിന് നൽകുന്ന ഊന്നല് നോക്കുക. See, in verse 3 also it is referring to a sincere and a pure devotion. So how much weightage is given to that element of our relationship, to have a pure relationship? നമ്മൾ സഭയെന്നുള്ള നിലയിൽ, അതുപോലെ സഭയിലെ അംഗങ്ങൾ എന്നുള്ള നിലയിൽ, നമ്മൾ കർത്താവ് നമ്മുടെ മണവാളനും നമ്മൾ തൻ്റെ മണവാട്ടിയുമാണ്. With relation to the church or with relation to us as individual, it is telling that the Lord Jesus Christ is our husband, bridegroom, and we are the bride. That is the relationship that the Lord is telling in these verses. യോഹന്നാൻ 3:29 പറയുന്നത് മണവാളനാകുന്നു, മണവാട്ടിയുള്ളവനാണ് മണവാളൻ. John chapter 3 verse 29, it refers to the relationship between a bride and a bridegroom. ഇവിടെ നമ്മൾ കാണുന്നത്, നമ്മൾ അവന്റെ മണവാട്ടി ആയിരുന്നാലേ അവന് മണവാളൻ എന്നുള്ള സ്ഥാനം എടുക്കാനൊക്കെ ഉള്ളൂ. മണവാട്ടി ഉള്ളവന് മാത്രമാണ് മണവാളനാകാൻ കഴിയുന്നത്. Only if you are a bride can the Lord Jesus Christ take that stand of being the bridegroom. അപ്പോ ദൈവം ആഗ്രഹിക്കുന്ന ആ മണവാളൻ എന്നുള്ള സ്ഥാനത്ത് തന്നെ എത്തിക്കാൻ കഴിയുന്നത് നമുക്ക് മാത്രമാണ്. നമ്മൾ അവന്റെ മണവാട്ടിയായിരുന്നാൽ മാത്രമേ അവനെ മണവാളനാക്കാനായിട്ടൊക്കെ ഉള്ളൂ. മണവാട്ടി ഉള്ളവൻ മാത്രമാണ് മണവാളൻ. Only if there is a bride can there be a person called a bridegroom. So that is what the Lord wants, that we must be as bride unto the Lord. കണ്ടോ, അപ്പൊ ഈ വാക്കുകളെല്ലാം നമ്മൾ പറയുമ്പോൾ അതെല്ലാം നമ്മളും കർത്താവും തമ്മിലുള്ള ആ സിമ്പിൾ പ്യുവർ ഡിവോഷൻ, ലളിതവും നിർമ്മലവുമായ ആ ബന്ധത്തിന് കൂടുതൽ ആവർത്തിച്ച് തീവ്രമായിട്ട് അത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്ന കാര്യം ശ്രദ്ധിക്കുക. So we must take with more importance how much in different words the Lord Jesus Christ is trying to give importance to that relationship, so that it is always pure and sincere unto him. ഇവിടെ കണ്ടോ, അടുത്ത വാക്ക് വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നു. വിവാഹ നിശ്ചയം. The next word that we see in 2 Corinthians 11 is betrothed. വിവാഹ നിശ്ചയമാണ് ഇപ്പൊ കഴിഞ്ഞിട്ടുള്ളത്. എന്നാൽ വിവാഹം പിന്നീട് സ്വർഗത്തിലാണ് നടക്കുന്നത് എന്ന് വെളിപ്പാട് പുസ്തകം 19:7 നമ്മൾ കാണുന്നു. Right now only a betrothal has happened, but we know from Revelations 9:7 that the marriage is yet to take place in heaven. വെളിപ്പാട് 19:7 കുഞ്ഞാട്ടിന്റെ കല്യാണം വന്നുവല്ലോ. അത് സ്വർഗത്തിലെ ഒരു ചിത്രമാണ്. വെളിപ്പാട് 19:7. Revelation chapter 19 verse 7. അപ്പോ പ്രിയപ്പെട്ടവര്, അപ്പോ വിവാഹം അവിടെ വെച്ച് സ്വർഗത്തിൽ വെച്ച് നടക്കുമ്പോ ഇവിടെ വിവാഹ നിശ്ചയം കഴിയുന്നത് എപ്പോഴാണ്? If the marriage of the Lamb is to happen in heaven, then when does the betrothal take place? ഒരുവൻ നമുക്കിങ്ങനെ വളരെ വേഗത്തിൽ പറയാം, നമ്മള് രക്ഷയിലേക്ക് വരുമ്പോൾ, കർത്താവുമായിട്ടുള്ള വ്യക്തിപരമായ ആ ബന്ധത്തിലേക്ക്, അതിലേക്ക് വരുമ്പോഴാണ് കർത്താവുമായിട്ടുള്ള ഒരു വിവാഹ നിശ്ചയത്തിലേക്ക് നമ്മൾ വരുന്നത്. അങ്ങനെ രക്ഷിക്കപ്പെട്ട ആളുകളുടെ കർത്താവും കൂടെയുള്ള ആ വിവാഹമാണ് ആ കുഞ്ഞാട്ടിന്റെ കല്യാണം എന്ന് വെളിപ്പാട് പുസ്തകത്തിൽ പിന്നീട് പറഞ്ഞിരിക്കുന്നത്. The Revelation book is pointing to the fact that everyone, an individual, when he experiences salvation, it is at that point of time that betrothal is happening, and the relationship with the Lord is happening, and the marriage is yet to happen in heaven.
ഈ വചനം കേൾക്കുന്ന എല്ലാവർക്കും അവരുടെ രക്ഷയെക്കുറിച്ച് ഉറപ്പുണ്ടോ? Everyone who's hearing this word, do you have a confidence, a trust on the salvation experience that you had in your life? കർത്താവായ യേശുക്രിസ്തു നമ്മുടെ പാപങ്ങളുടെ പരിഹാരത്തിനായിട്ട് കാൽവറി ക്രൂശിൽ മരിച്ചു. അവിടുത്തെ രക്തത്താൽ നമ്മുടെ പാപങ്ങൾ കഴുകപ്പെടും എന്ന് വിശ്വസിച്ച് തന്നെ നമ്മുടെ ജീവിതത്തിന്റെ നാഥനും കർത്താവുമായി സ്വീകരിക്കുന്ന ഒരു കാര്യം നമ്മുടെ ജീവിതത്തിൽ അതൊരു യാഥാർത്ഥ്യമായി തീർന്നിട്ടുണ്ടോ? അതാണ് രക്ഷ. Have you experienced this, that the Lord Jesus Christ is your Savior? The Lord Jesus Christ's blood can cleanse and forgive all your sin, and you have appointed Him as your Lord and Savior. That is salvation. അവിടുന്ന് നമ്മുടെ പിതാവായി തീരുന്നതും ആ നിലയിൽ ആ പിതൃപുത്ര ബന്ധത്തിലേക്ക് നമ്മൾ വരുന്നതും അവിടെയാണ്. It is at that point of experiencing salvation only is when God the Father becomes a father unto you, and you become a son unto Him. അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. യോഹന്നാൻ 1:12. John 1:12, everyone who have received Jesus, they are being given the right to be called the children of God. ഒരു ക്രിസ്തീയ കുടുംബത്തിൽ ജനിച്ചു എന്നതുകൊണ്ട് രക്ഷ ഉറപ്പായി എന്ന് കരുതരുത്. Never think that because you were born into a Christian family, your salvation is granted. നിങ്ങളുടെ ജീവിതത്തിന്റെ ഏതെങ്കിലും ഘട്ടത്തിൽ എന്നെ കേൾക്കുന്ന ചെറുപ്പക്കാരും കുഞ്ഞുങ്ങളും ആ നിലയിൽ കർത്താവുമായിട്ട് വ്യക്തിപരമായ ഒരു ബന്ധത്തിലേക്ക്, ഒരു രക്ഷയിലേക്ക് വന്നിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ മാത്രമേ ആ വിവാഹ നിശ്ചയം നടന്നിട്ടുള്ളൂ, ഭാവിയിലെ വിവാഹം നടക്കുകയുള്ളൂ. Every youngster and child who are listening to me, have you at any point of your life experienced a salvation like this in your life? Only then have you been betrothed to the Lord, and later on in the future your marriage with the Lord Jesus will happen. പ്രിയപ്പെട്ടവരെ, ഈ വിവാഹ നിശ്ചയം കഴിഞ്ഞ ഒരു പെൺകുട്ടി എപ്പോഴും വിവാഹം നടക്കുന്നത് വരെ ആരെക്കുറിച്ചായിരിക്കും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്? Dear ones, every girl who has been betrothed till the day of her marriage, about whom will she be thinking about? നമുക്കറിയാം, തീർച്ചയായിട്ടും അവളുടെ മണവാളനെ കുറിച്ചാണ് അവള് ഉറക്കത്തിലും ഊണിലും എല്ലാം ചിന്തിക്കുക. Surely we know that in her sleep or in her time of awaking times, she will be thinking about her bridegroom. അവളുടെ മനസ്സിലാണ് ആ ഒരു നിലയിലുള്ള ഒരു ബന്ധം, സുതാര്യമായ ഒരു ബന്ധം, അതിനെ ആ നിലയിൽ പ്രോത്സാഹിപ്പിക്കുന്നത് ആ സമയത്ത്. And during that phase, till the point of her marriage, it is in her mind she keeps that pure relationship with the Lord. ഇത് പിശാചിനെ അറിയാവുന്നത് കൊണ്ട് ഇവിടെ ഇതാ പറയുന്നു, നിങ്ങളുടെ മനസ്സ് ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് വഷളാക്കി കളയാൻ ഹവ്വായെ ഉപായത്താൽ ചതിച്ചതുപോലെ പിശാച് ശ്രമിക്കും എന്നിവിടെ ഒരു മുൻകൂർ ആ നിലയിൽ ഒരു മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നു. In Corinthians 11:3, because the devil knows that you will be dedicatedly to thinking about him, a warning is given to us that in your minds, like the devil tricked Eve, it can happen in your life also. You can be led astray. നമ്മളൊരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ മനസ്സ് അല്ലെങ്കിൽ മനസ്സിലുള്ള ചിന്തയിൽ നിന്നാണ് സംസാരവും പിന്നീട് പ്രവൃത്തിയും വരുന്നത്. അപ്പോ അതിന്റെ തുടക്കം ചിന്തയിലാണ്, മനസ്സിലാണ്. ആ തുടക്കത്തെ തന്നെ വന്ന് തെറ്റിച്ചു കളയാനാണ് പിശാച് ശ്രമിക്കുന്നത് എന്നാണ് അവിടെ മനസ്സിനെ ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് വഷളാക്കി കളയുക എന്നതുകൊണ്ട് ഇവിടെ പൗലോസ് ഉദ്ദേശിക്കുന്നത്. Paul is telling that the act of your life, the physical act, it is the result of the growing
thoughts that were there in your mind. That is why from in the starting point itself, where that thought is originating in your mind, you have to be careful. That warning is being mentioned in this verse. ഒരു ആ നിലയിൽ അത് കഴിഞ്ഞിട്ട് അടുത്ത വാക്കുകൾ കണ്ടോ? ഏകാഗ്രത, നിർമ്മലത, സിമ്പിൾ പ്യുവർ ഡിവോഷൻ. After that deception, can we see the word sincere and pure devotion? ഇവിടെ നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തനങ്ങളോ ചടങ്ങുകളോ അല്ല, മറിച്ച് ഹൃദയബദ്ധത്തെയാണ് വീണ്ടും അവിടെ പറയുന്നത്. Here it is not the act that we are doing or the rituals that we are carrying out, but it is our relationship. ഇന്ന് ക്രിസ്തീയ ലോകത്ത് പ്രത്യേകിച്ചും സമുദായ സംഘടനകളിലും അല്ലെങ്കിൽ ഗൗരവമായിട്ട് ഇതിനെ എടുക്കാത്ത വിഭാഗങ്ങളിലുമൊക്കെ ദൈവവുമായിട്ട്, കർത്താവുമായിട്ടുള്ള ബന്ധത്തെ ഒരു ഞായറാഴ്ചയോ അല്ലെങ്കിൽ ഞായറാഴ്ചയിലെ ചില ചടങ്ങുകളിലോ മാത്രം കൊണ്ടുവന്ന് വയ്ക്കുകയും തിങ്കൾ മുതൽ ശനി വരെ മനസ്സും ഹൃദയവും മറ്റ് കാര്യങ്ങളിൽ മുഴുകി പോവുകയും ചെയ്യുകയല്ലേ? അതല്ലേ നടക്കുന്നത്? In the places where Christendom, we see many a times that the things of the Lord are limited to one Sunday or that time when the ritual is happening, but from Monday to Saturday, in your mind and in your heart, your thoughts are being devoted somewhere else. Is it not this kind of Christian life that we see around us? ഹൃദയനില അതാണ് ദൈവം നോക്കുന്നത്. ആ ഹൃദയത്തിൽ കർത്താവിനുള്ള ഏകാഗ്രവും നിർമ്മലവുമായ ഒരു ബന്ധം ഉണ്ടായിരിക്കണം. What the Lord is looking is our relationship in our heart. So we must have a sincere and a pure devotion to the Lord in our heart. നമ്മൾ ഈ ഭൂമിയിലാ ജീവിക്കുന്നത്. നമുക്ക് ഇവിടുത്തെ പല കാര്യങ്ങളെക്കുറിച്ചൊക്കെ ചിന്തിക്കുകയും ചില കാര്യങ്ങളൊക്കെ പെരുമാറുകയും ഒക്കെ ചെയ്യേണ്ടതായിട്ടുണ്ട് എന്നുള്ളത് ശരിയാണ്. എങ്കിലും നമ്മുടെ ഹൃദയത്തിന്റെ ഡിവോഷൻ അത് ആഴത്തിൽ എല്ലാ സമയത്തും ദൈവത്തിന് വേണ്ടി മാറ്റിവെക്കപ്പെട്ടതായിരിക്കണം എന്നതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. It is true that we are living in this world and we have to engage ourselves in many things of this world, but deep within, where our devotion is, that is what the Lord is trying to point at. It should be towards to the Lord, our devotion. അടുത്ത വാക്ക് വഷളായി പോകുമോ എന്ന വാക്കാണ്. The next word that we see over here is it will be led astray in verse 3. ദൈവത്തോടുള്ള ഒരു ഏകാഗ്രവും നിർമ്മലവുമായ ഒരു ബന്ധം വിട്ടുപോയാൽ എന്ത് പറ്റും? വിട്ടുപോയാൽ വഷളായി പോയി എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. If our relationship with God has been compromised, then according to this verse it is telling that you have already been led astray. സഭയിൽ വരുന്ന ഒരു വിശ്വാസി അവൻ പിന്മാറിപ്പോയി അല്ലെ വഷളായി പോയി എന്നൊക്കെ എപ്പോഴാ ആളുകൾ പറയുന്നത്? When do you tell a person who is coming to the church he is already backslided or he has already been led astray? When do we tell like that? അവന് സഭയിൽ വരാതെ മദ്യപാനമോ അല്ലെങ്കിൽ പ്രകടമായ ഏതെങ്കിലും ഒരു കൽപ്പനാ ലംഘനത്തിലോ ഒക്കെ വീഴുമ്പോഴാണ് വഷളായി പോയി എന്ന് സാധാരണ പറയുന്നത്. Generally people in the church stamp a person as being backslided only when that physical appearance of maybe he is not coming to the church meetings regularly or he has gone back to his old drinking habits. When that physical sign is seen only, we tell that person has backslided. ഇതാ കണ്ടോ, ഈ ഹൃദയബന്ധം വിട്ടുപോയപ്പോ, ദൈവവുമായിട്ടുള്ള ലളിതമായ ഹൃദയബന്ധം വിട്ടുപോയപ്പോ ഉടനെ തന്നെ വഷളായി പോയി എന്ന് പരിശുദ്ധാത്മാവിലൂടെ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. But the Spirit of God is written over here that when our minds have been gone astray from that pure relationship with the Lord, the Spirit of God is telling that you have already been led astray.
ഇവിടെ ഈ പൗലോസ കൊരിന്ത്യരോട് ഇത് പറയുമ്പോൾ ഇവരെ കർത്താവിനോടുള്ള ലളിതമായ ഒരു ബന്ധത്തിൽ നിന്ന് മാറ്റിക്കളയാനായിട്ട് ശ്രമിച്ച പരിച്ഛേദന, അതിൻ്റെ അതിനെ ഒത്തിരി വലുതായിട്ട് കാണുന്ന യഹൂദന്മാര്, ജൂദായിസേഴ്സ് എന്ന് പറയുന്നവരെ കുറിച്ച് അവരാണ് ഈ നിലയിൽ ചെയ്തത് എന്ന് നമുക്കിതിൻ്റെ മറ്റു ഭാഗങ്ങളിൽ നിന്ന് കാണാൻ കഴിയും. From the other portions, we can see when Paul is writing like this, those who were giving importance to circumcision, they are the ones who have been speaking about. To them, he is speaking about this. Is what we can see from the other portions of this letter. അപ്പോസ്തലപ്രവൃത്തി 15-ാം അധ്യായത്തിന്റെ 5-ാമത്തെ വാക്യം നോക്കുക. Acts of the Apostles, chapter 15, verse 5. അവിടെ എന്നാൽ പരീക്ഷപക്ഷത്ത് നിന്ന് വിശ്വസിച്ചവർ ചിലർ എഴുന്നേറ്റ് അവരെ ജാതികളിൽ നിന്നൊക്കെ മുന്നോട്ട് വന്നവരെ പരിച്ഛേദന കഴിപ്പിക്കുകയും മോശയുടെ ന്യായപ്രമാണം ആചരിപ്പാൻ കൽപ്പിക്കുകയും വേണം എന്ന് പറഞ്ഞു എന്ന് നമ്മളവിടെ കാണുന്നു. We read like this, but some of the sect of the Pharisees who had believed stood up, saying, it is necessary to circumcise them and to direct them to keep the law of Moses. അന്നത്തെ കാലത്ത് 1-ാം നൂറ്റാണ്ടില് ഈ പരിച്ഛേദനയുടെ വക്താക്കളായിട്ട് കുറച്ച് യഹൂദന്മാരുണ്ടായിരുന്നു. അവര് ഈ വിശ്വസിച്ചു വന്ന ആളുകളെ അവരുടെ ഹൃദയബന്ധത്തിൽ നിന്ന് മാറ്റി ചില ചടങ്ങുകൾക്കും അതിനെ കൂടെ അവര് അടിച്ചേൽപ്പിക്കാനായിട്ട് ശ്രമിക്കുകയായിരുന്നു എന്നാണ് ഇവിടെ കാണുന്നത്. We see from this passage, in the first century, there were some people who were holding on to these religious acts, and instead of having that pure relationship with Jesus, they were trying to link their relationship with Jesus through such rituals. That is what we see over here. ഈ നിലയില് പരിച്ഛേദനയോടെ കൊണ്ടുവന്നാൽ എന്തായിരുന്നു കുഴപ്പം? If circumcision as a requirement is also brought along with the Lord's relationship, what is the problem in such a Christian life? പ്രിയപ്പെട്ടവരെ നോക്കുക, രക്ഷയിലും കർത്താവിനോടുള്ള ബന്ധത്തിലും ഹൃദയബന്ധം മാത്രമാണ്, ഹൃദയത്തിന്റെ നിലയാണ് പ്രധാനം. പക്ഷെ പരിച്ഛേദന കൊണ്ടുവരുമ്പോൾ ഒരു ചടങ്ങൂടെ വരികയാണ്. ആ ചടങ്ങിലേക്ക് മാറിപ്പോകുമ്പോൾ എന്താ സിംപ്ലിസിറ്റി വിട്ട് വഷളായി പോകും എന്ന് പൗലോസ് ഇവിടെ പറയുന്നു. When it comes to your salvation, only your relationship with the Lord is the deciding factor, the most important factor. But when you bring circumcision, which is like a ritual along with your salvation, then Paul is trying to tell in verse 3 that you are already being led astray in your relationship with Jesus. നമ്മളെ സംബന്ധിച്ചിടത്തോളം ക്രിസ്തീയതയിൽ കർത്താവുമായിട്ടുള്ള ഒരു ഹൃദയബന്ധം, അടുപ്പം, ആന്തരികമായ ആ നിലയിലുള്ള ഒരു കണക്ഷൻ, ഇതിനാണ് പ്രാധാന്യം. അല്ലാതെ കുറെ ചടങ്ങുകളോ ചില കാര്യങ്ങളോ അതിലേക്ക് നമ്മുടെ ശ്രദ്ധ പോയാൽ ഏകാഗ്രത വിട്ടുപോയി വഷളായിപ്പോയി. അങ്ങനെയാണ് പറയുന്ന പൗലോസാണ് ഈ പരിച്ഛേദനയ്ക്ക് ഒരു നിമിഷം പോലും വഴങ്ങിക്കൊടുത്തില്ല, അവരോട് എതിർത്ത് നിന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും. We can see, just like Paul took a very stern stand in not linking circumcision or any rituals to our salvation, with regard to us, what is more important is our inner deep relationship with Jesus, not what all we are doing along with that, and we are trying to link that with our relationship with Jesus. That is not the ground for your salvation and your relationship. ഇത്രയും നേരം പറഞ്ഞു വന്ന കാര്യങ്ങളെയൊക്കെ നമുക്ക് എങ്ങനെ സംക്ഷേപിക്കാം? So all that we have been telling till now, how can we conclude? അതായത് കർത്താവുമായിട്ടുള്ള ഏകാഗ്രമായ ആന്തരികമായ ഒരു ബന്ധം, അതിനാണ് പ്രാധാന്യം. അതിൽ കവിഞ്ഞ് വേറെന്തിലേക്കെങ്കിലും നമ്മളെ കൊണ്ടുപോകാൻ ശ്രമിച്ചാൽ അത് ഹൃദയം വിട്ട് വഷളായി പോകും എന്നാണ് ഇവിടെ ഒന്ന് നമ്മൾ കണ്ടത്. The first thing that we saw right now was, if anything other than our devotionship to the Lord is taking
anything else is taking more precedence or more importance than our relationship, then we must remember that we are being led astray, we are being compromised. അതുപോലെ തന്നെ നമ്മള് കർത്താവ് മാത്രമായിരിക്കണം നമ്മുടെ ദൈവം, അല്ലാതെ ലോകമോ ജഡമോ സ്വയമോ ഒക്കെ അതിനൂടെ നമ്മളൊരു പീഠത്തിൽ അതിനൂടെ സ്ഥാനം കൊടുത്താൽ കർത്താവ് നമ്മളുടെ ദൈവമായിരിക്കുകയില്ല എന്നുള്ള കാര്യം നമ്മൾ ചിന്തിച്ചു. We also meditated on the fact that only the Lord should be our God, and we must not give any other place the world or yourself or your flesh along with the throne of God. That is more important. That is what we saw in these verses. ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് ശമരിയക്കാരുടെ ഭർത്താക്കന്മാർ എന്നൊരു പുസ്തകം വായിച്ചത് ഓർക്കുന്നുണ്ട്. Many years back, I remember reading a book like this, The Husbands of the Samaritan Woman. ശമരിയക്കാരി നമുക്കറിയാം, യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായത്തില് ഒരു ശമരിയക്കാരി സ്ത്രീയോട് സംസാരിക്കുന്നു. We know the scene where the Lord Jesus is speaking to a Samaritan woman in John chapter 4. അവിടെ കർത്താവ് പറയുന്നു, നീ കർത്താവിനെ വിളിച്ചുകൊണ്ട് വരിക. Over there, the Lord is telling to that lady like this, go call your husband and come here. അന്നേരം അവള് പറയുന്നു, എനിക്ക് ഭർത്താവില്ല എന്ന് പറയുന്നു. And she is giving a reply, I have no husband. അപ്പോ കർത്താവ് അത് വ്യക്തമാക്കുന്നു, നിനക്ക് 5 ഭർത്താക്കന്മാരുണ്ടായിരുന്നു, 5 പേരും ഇപ്പോഴില്ല, 6ാമത് വേറൊരുത്തനാ ഉള്ളത്, പക്ഷെ അവനും നിന്റെ ഭർത്താവല്ല. Over there, when she is replying like that, the Lord is telling, for you have had 5 husbands, and the one whom you now have is not your husband. What you have said is true. മനസ്സിലായോ? അതായത് അവൾക്ക് 5 ഭർത്താക്കന്മാരുണ്ടായിരുന്നു, ഇപ്പോഴും 6ാമത് ഒരുത്തനോടുണ്ട്, പക്ഷെ അവൻ ഭർത്താവല്ല എന്നാണ് കർത്താവ് പറയുന്നത്. അപ്പോൾ 6 പേര് ഭർത്താവിന്റെ സ്ഥാനത്ത് വെച്ചിരുന്നു. അങ്ങനെ ഒരു സ്ത്രീയെ കുറിച്ച് കർത്താവ് ആ നിലയിൽ രക്ഷയിലേക്കും അവളെ ആ നിലയിൽ അവളുടെ തെറ്റായ ജീവിതത്തിൽ നിന്ന് അവളെ മടക്കി കൊണ്ടുവരികയൊക്കെ ചെയ്യുന്ന ആ കാര്യം നമുക്ക് പരിചിതമായ ഒരു ഭാഗമാണ്. Over there, do you understand that in her life she had kept 5 husbands, and she also had a 6th husband, and many people have been kept on that pedestal of that name called husband, and how the Lord is calling her back from all that and bringing her to the true relationship. We are familiar with these verses. ഞാൻ വായിച്ച ആ പുസ്തകത്തില് ഇത് അവളുടെ വ്യക്തിപരമായ ജീവിതത്തില് അവൾക്ക് 6 ഭർത്താക്കന്മാരുണ്ടായിരുന്നു എന്നുള്ളത് ശരിയാണ് എന്ന് പറയുമ്പോൾ തന്നെ അവള് പ്രതിനിധാനം ചെയ്യുന്ന ശമരിയ എന്ന പ്രദേശത്തിന്റെ ഒരു ചരിത്രം കൂടെ ആണ് അത് എന്ന് ചരിത്രത്തിൽ നിന്ന് പല കാര്യങ്ങൾ ഉദ്ധരിച്ച് ആ പുസ്തകത്തിൽ വിവരിക്കുന്നുണ്ട്. Even though it is mentioned in that book that there were several husbands in her life, but in that book there is also a reference to the place called Samaria, and some facts and things were mentioned in that book. അതായത് ശമരിയ എന്ന് പറയുന്ന ആ പ്രദേശം ഈ ഇസ്രായേൽ മക്കളുടെ കൂട്ടത്തില് ഇസ്രായേൽ രാജാക്കന്മാര് ഭരിച്ചുകൊണ്ടിരുന്ന ആ സ്ഥലമായിരുന്നു ശമരിയ. Samaria was a place where the people of Israel dwelt, and they were ruling in that place. നമുക്കറിയാമല്ലോ, ഇസ്രായേലെന്നും അതുപോലെ തന്നെ യഹൂദ്യ എന്നും 2 തരത്തിലുള്ള രാജാക്കന്മാരായിരുന്നു അന്ന് പഴയ കാലത്ത് ഇസ്രായേലിനെ ഭരിച്ചുകൊണ്ടിരുന്നത്. അതിൽ ഈ ശമരിയ പ്രദേശം ഇസ്രായേൽ 10 ഗോത്രങ്ങൾ അടങ്ങുന്ന അവരായിരുന്നു ഇതിന്റെ അധികാരികൾ. We know of the fact that at one point of time the whole land of Israel was divided into the north and the south, and
Samaria was consisting of the 10 tribes of Israel. ആ, അവിടെ അങ്ങനെ ഭരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ശത്രുക്കള് ആദ്യം ഈ 10 ഗോത്രങ്ങൾ അടങ്ങിയ ഇസ്രായേലിയരെ തോൽപ്പിച്ച് ഈ ശമരിയിൽ നിന്ന് ഇസ്രായേൽ മക്കളെ എല്ലാം അവിടുന്ന് തുരത്തി കളയുന്നു. We know that when Samaria was the capital, the enemies came and captured these 10 tribes, and they uh, exiled all the people from those 10 from that land of Samaria. ആ ശമരിയിൽ നിന്ന് ഇസ്രായേൽ മക്കളെ തുരുത്തിയിട്ട് അവര് ജാതികളായ പലരെയും അവിടെ കൊണ്ടുവന്ന് പാർപ്പിക്കുന്നു. And after exiling the Jews that lived in the land of Samaria, the conquerors are bringing the Gentiles and making them to dwell in this place called Samaria. ഈ ശമരിയിൽ കൊണ്ടുവന്ന് താമസിപ്പിച്ചത് 5 കൂട്ടരെയാണ്. And 5 different people were brought to this land of Samaria. 2 രാജാക്കന്മാർ 17-ാം അധ്യായത്തില് ഇത് വളരെ ഭംഗിയായിട്ടും വിശദമായിട്ടും പറയുന്നുണ്ട്. In 2 Kings 11th chapter, this is mentioned very clearly. അവിടെ നമ്മൾ നോക്കുക, അവിടെ അതിന്റെ 17-ല് 24-ാമത്തെ വാക്യത്തിൽ അവിടെ മറ്റു പലയിടത്തു നിന്ന് കൊണ്ടുവന്ന് അശ്ശൂർ രാജാവ് അവിടെ പാർപ്പിച്ച ആളുകളെ കുറിച്ച് പറയുന്നുണ്ട്. 2 Kings chapter 17 verse 24. Then the king Assyria brought the people from Babylon, Kuthat, Avava, Hamath and Sepharim, and settled them in the cities of Samaria. അവിടെ കണ്ടോ, ബാബേൽ, കുത്ത, ഔവ, ഹമാത്ത്, സെഹർമയി, 5 നിന്നുള്ള ആളുകളെയാണ് അവിടെ കൊണ്ടുവന്ന് പാർപ്പിച്ചത്. People from 5 different cities or places were brought and made to dwell in the land of Samaria in the exiled place. അപ്പോൾ ശമരിക്ക് ഇപ്പോ അവിടെ താമസിക്കുന്ന ആളുകള് 5 സ്ഥലത്ത് നിന്ന് വന്ന് അവിടെ സെറ്റിൽ ചെയ്തവരാണ്. So the people who are living currently in the land of Samaria are actually people who have been brought from 5 different places of that kingdom. പക്ഷേ നമ്മൾ അത് എല്ലാം വായിക്കുന്നില്ല. നമ്മൾ ഭാഗം നിങ്ങൾ വീട്ടിൽ പോയി വായിച്ചു നോക്കിയാൽ അറിയാം. അവരങ്ങനെ 5 ജാതികൾ വന്ന് അവിടെ താമസിക്കുമ്പോൾ അവരുടെ ഇടയിൽ സിംഹങ്ങൾ വന്ന് അവർക്ക് നാശനഷ്ടം ഉണ്ടാക്കുന്നു, അവരിൽ പലരെയും കൊല്ലുന്നു. When the conquered kingdom brought these peoples from 5 different places, and while they were living over there, we read in the portions later on, lions are coming into their midst and are killing these newly dwelling people. അപ്പോ അവര് വിചാരിച്ചു അവിടെ നേരത്തെ ഉണ്ടായിരുന്ന ദൈവത്തെ വിട്ടേച്ച്, അതായത് ഇസ്രായേലിന്റെ യഹോവയെ വിട്ടേച്ച് ഇവര് അവരുടെ 5 കൂട്ടരുടെ 5 ദൈവങ്ങളെ കൊണ്ടുവന്ന് അവരെ മാത്രം ഭജിച്ചത് കൊണ്ട് ദൈവത്തിന്റെ കോപം ഉണ്ടായാണ് സിംഹങ്ങളെ അയച്ചത് എന്ന് ഇവർ കരുതുന്നു, അവർ ചിന്തിക്കുന്നു. So the people who were dwelling in that land in Samaria, they were thinking that the people have deserted the true Jehovah, and they started calling upon these new gods who have come into their midst. It is because of that error in their life God has sent lions into their midst and killing them. This is what they thought in that time. അതുകൊണ്ട് അവര് ഇസ്രായേൽക്കാരായിട്ട് അവിടുന്ന് ഓടിച്ചു വിട്ട കൂട്ടത്തിലുണ്ടായിരുന്ന ഒരു പുരോഹിതനെ വിളിച്ചുകൊണ്ട് വന്നിട്ട് ഈ യഹോവയെ എങ്ങനെയാണ് ഭജിക്കേണ്ടത്, യഹോവയെ എങ്ങനെയാണ് സേവിക്കേണ്ടതെന്ന് തങ്ങളെ പഠിപ്പിക്കണമെന്ന് പറഞ്ഞു. So having realized this in their mind, what they are doing is they are calling back one priest who went into exile. They are bringing him back into the land of Samaria and asking, how are we to call upon and serve this God of Jehovah? അത് യഹോവയെ ഭജിക്കാനുള്ള താല്പര്യം കൊണ്ടല്ല,
എങ്ങനെയെങ്കിലും ഈ സിംഹത്തിന്റെ ശല്യം മാറാൻ യഹോവയെ ഭജിച്ചാലേ പറ്റുള്ളൂ എന്ന് അവർ വിചാരിച്ച് യഹോവയെ ഭജിക്കുന്ന വിധം തങ്ങളെ പഠിപ്പിക്കണമെന്ന് പറഞ്ഞ് അവരൊരു പുരോഹിതനെ കൊണ്ടുവരുന്നു. ആ പുരോഹിതൻ അവരെ യഹോവയെ ഭജിക്കേണ്ടുന്ന വിധം അവർക്ക് ഉപദേശിച്ചു കൊടുത്തു എന്നാണ് അതിന്റെ 17ന്റെ 28ാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നത്. In verse 28 of 2 Kings 17:28, they were not really having a longing to call upon and serve the true Jehovah, but their intention was somehow the lion and the trouble that those lions are making should go from their lives. That is why they wanted to call a priest, and that priest came and taught them the ways, is what we read in verse 28. So one of the priest, വായിക്കണം ബ്രദറെ. ഇല്ല. അപ്പോ ഈ നിലയിൽ അവരിപ്പോ യഹോവയെ കൂടെ ഭജിക്കാൻ തുടങ്ങി. So the people who newly dwelt in the land of Samaria, they called upon the name of the Lord along with other gods. അപ്പൊ തന്നെ അവർക്കിപ്പോ മൊത്തം എത്ര ദൈവങ്ങളുണ്ട്? So now if you will think, how many gods do they have to call upon? നേരത്തെ നമ്മൾ പറഞ്ഞത് ആ നിലയിൽ ബാബേല്, കുഥ, അവ്വ, ഹാമാത്ത്, സെഫർവയി എന്നിവിടങ്ങളിലെ 5 ദേവന്മാരും ഇപ്പം യഹോവയും കൂടെ ചേർന്ന് 6 ദൈവങ്ങളെ ഇവരെ എന്ത് ചെയ്യാൻ തുടങ്ങി? ഭജിക്കാൻ തുടങ്ങി. So we saw in verse 24, people from 5 different cities came. So they had 5 different gods of their respective cities. Along with them, now Jehovah is also there, bringing together a total of 6 gods to call upon and appease. അതിന്റെ 17ന്റെ 33ാമത്തെ വാക്യം കണ്ടോ? അങ്ങനെ അവർ യഹോവയെ ഭജിക്കുകയും തങ്ങൾ വിട്ടു പുറപ്പെട്ടു പോന്ന ജാതികളുടെ മര്യാദ പ്രകാരം സ്വന്തം ദേവന്മാരെ സേവിക്കുകയും ചെയ്തു പോകുന്നു. ഇന്ന് വരെയും അവർ ആ മര്യാദ പ്രകാരം തന്നെ ചെയ്യുന്നു. Verse 33, what was the end result of all this? We read in verse 33, they feared the Lord, yet they were serving their own gods in accordance with the customs of the nation from among whom they had been taken into exile. ആ 17ാം അധ്യായത്തിന്റെ അവസാന വാക്യം 41ാം വാക്യം നോക്കുക. ഈ ജാതികൾ യഹോവയെ ഭജിക്കുകയും തങ്ങളുടെ വിഗ്രഹങ്ങളെ സേവിക്കുകയും ചെയ്തു. പിതാക്കന്മാർ ചെയ്തതുപോലെ പുത്രന്മാരും പൗത്രന്മാരും ഇന്ന് വരെ ചെയ്തു വരുന്നു. Verse 41, what was the end result? So while these nations feared the Lord, they also served their idols, their children likewise, and their grandchildren's, just as their fathers did. They did do this to this day. അപ്പോൾ ഇസ്രായേലുമായി ബന്ധപ്പെട്ട ഈ ശമരിയ എന്ന പ്രദേശത്ത് അവിടുത്തെ പ്രത്യേകത എന്താ ഇപ്പൊ നമ്മൾ കണ്ടത്? So what was the uniqueness or the speciality of this place called Samaria that we saw right now? അവിടെ എന്തുണ്ടായിരുന്നു? അവിടെ ആ ജാതികളുടെ 5 ദൈവങ്ങളെ അവർ ഭജിച്ചു. കൂടെ 6ാമത് യഹോവയെ കൂടെ ഭജിക്കുകയും. We saw from these verses that the people who were dwelling in the land of Samaria, they were worshipping the 5 gods of the different 5 cities, and along with these other gods they also called upon Jehovah. അപ്പോൾ 5 ഒന്നും 6 പേരെയാണ്, 6 ദൈവങ്ങളെയാണ് ഭജിക്കുന്നത്. So 5 plus 1, 6 different gods the people of that land were serving. ഇനി നമുക്ക് യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായത്തില് കർത്താവ് പറഞ്ഞ ആ ശമരിയക്കാരിയുടെ അടുത്തേക്ക് വരാം. Now let us come back to the Samaritan woman to whom Jesus was speaking in John chapter 4. അവിടെ കർത്താവ് പറയുന്നു, ഇതൊക്കെ 5 ഭർത്താക്കന്മാർ ഉണ്ടായിരുന്നു. Over there the Lord is telling to that lady, I know, for you have had 5 husbands.
ഇത് അവളുടെ വ്യക്തിപരമായ ജീവിതത്തിലെ അനുഭവമായിരിക്കുമ്പോ തന്നെ ആ ശമരിയ എന്ന പ്രദേശത്തിന്റെ ചരിത്രം കൂടെയാണത്. അവർ അഞ്ചിടത്തു നിന്ന് വന്നവര്, അവർക്ക് അഞ്ച് ദൈവങ്ങളുണ്ടായിരുന്നു, അഞ്ച് ഭർത്താക്കന്മാരുണ്ടായിരുന്നു. Even though the Lord is referring to her individual life's situation, but taking into the context of Samaria, that they came from 5 different cities, God is also, that book is also referring to the situation where they called upon 5 other gods. അപ്പോ ഈ അഞ്ച് ദൈവങ്ങളെ ഭജിക്കുന്നത് കൂടാതെ അഞ്ച് ഭർത്താക്കന്മാരുണ്ടായിരുന്നു. ഇവിടെ വന്നപ്പോൾ, ശബരിയെ വന്നപ്പം അവര് സുഖത്തെ പേടിച്ചാണെങ്കിലും ആറാമത് ഒരുവനെ കൂടെ ഭർത്താവായിട്ട് സ്വീകരിച്ചു. പക്ഷെ അവൻ യഥാർത്ഥത്തില് ഭർത്താവല്ല എന്നാണ് കർത്താവ് അവിടെ പറയുന്നത്. So, what the Lord is trying to tell is, even though it was to evade the fear of the lions coming and attacking them, they called upon 5 husbands or 5 gods. Through this verse of Jesus, even though there was a 6th husband, that is Jehovah, Jesus is telling even that Jehovah is not their true God or their true husband. എന്തുകൊണ്ടാണ് ഈ ആറാമൻ ഈ ഭർത്താവായി ഇരിക്കാത്തത്? And why is it that the 6th husband is not the true husband and the only husband? ഈ ആറാമത്തെ ആ ദൈവമായ യഹോവ യഥാർത്ഥത്തിൽ അവരുടെ ദൈവമാകണമെങ്കിൽ അവനെ മാത്രമേ ഭജിച്ച് ആരാധിക്കാവൂ, അവനോട് മാത്രമേ ബന്ധപ്പെടാവൂ. എന്നാൽ മാത്രമേ അവൻ അവിടെ ഭർത്താവായിട്ടിരിക്കുകയുള്ളൂ. ഈ ഒരു വസ്തുതയിലേക്ക് വിരൽ ചൂണ്ടിക്കൊണ്ടാണ് കർത്താവ് പറയുന്നത്, ഇപ്പോഴാറാമനുണ്ട്, പക്ഷെ അവൻ ശരിക്കും ഭർത്താവല്ല എന്ന് പറയുന്നത്. The Lord is trying to point at this fact that if the 6th husband, Jehovah, has to be your only God, then you must have only relationship with that one God and call upon him as the one husband. That is the relationship to which God, Jesus Christ, is trying to point at. He must be the one husband in your life. ഞാന് പറഞ്ഞു വന്നത്, ഇത് ഈ ശമര്യക്കാരി സ്ത്രീയുടെ അനുഭവം മാത്രമല്ല, ശമരിയ എന്ന് പറയുന്ന ആ ഇസ്രായേൽ നാടിൻ്റെ കൂടെ കർത്താവ് വരുമ്പോഴുള്ള ചരിത്രം, അതിനെ കർത്താവ് ഭംഗിയായിട്ട് പറഞ്ഞതാണ്. 5 1 6 ഭർത്താക്കന്മാരുണ്ട്, പക്ഷെ ആറാമൻ ശരിക്കു പറഞ്ഞാൽ ഭർത്താവല്ല എന്ന് പറഞ്ഞത് ഈ നമ്മൾ പറഞ്ഞ പശ്ചാത്തലത്തിൽ നമ്മൾ മനസ്സിലാക്കണം. So we must understand from the context of what Jesus spoke to the Samaritan woman, the Lord is trying to tell that even though there are 5 husbands and there is also a 6th husband, that 6th husband is also not the true husband. That is what the Lord is trying to portray over here through this discussion. അതായത് കർത്താവിൻ്റെ ഒരു പ്രത്യേകത, പലരുടെ കൂടെ കർത്താവിനെ കൂടെ ഭജിക്കാമെന്ന് വെച്ചാൽ കർത്താവ് നമ്മുടെ ദൈവമായിട്ടിരിക്കുകയില്ല. നമുക്ക് കർത്താവിനെ നമ്മുടെ ദൈവമാക്കണമെന്നുണ്ടെങ്കിൽ അവൻ മാത്രമായിരിക്കണം നമ്മുടെ ദൈവം. The uniqueness of the Lord Jesus Christ is, he will not be your God along with other gods. If you want the Lord Jesus to be your God alone, then you must have a devotion only to the Lord Jesus Christ. Only then will he be your God. പ്രിയപ്പെട്ടവരെ, നമ്മള് ഈ നിലയില് കർത്താവിന് മാത്രമായിട്ട് നമ്മുടെ ഹൃദയത്തിന്റെ സിംഹാസനം കൊടുക്കണം. അല്ലാതെ നമ്മുടെ സ്വയത്തിനോ ജഡത്തിനോ ലോകത്തിനോ അല്ലെങ്കിൽ നമ്മുടെ ജോലിയെ അല്ലെങ്കിൽ മറ്റു പല കാര്യങ്ങളും തെറ്റല്ലെന്ന് തോന്നുന്ന പല കാര്യത്തിനൂടെ കർത്താവിന്റെ സിംഹാസനം പോലെ ഓരോ സിംഹാസനം കൊടുത്താൽ കർത്താവ് നമ്മുടെ ദൈവമായിട്ട് ഇരിക്കുകയില്ല. അവിടത്തേക്ക് മാത്രമായിട്ട് അത് കൊടുത്താലേ അവിടുന്ന് നമ്മുടെ ഭർത്താവായിരിക്കുകയുള്ളൂ. ഈ കാര്യത്തിലേക്കാണ് ശബരിയക്കാരിയുടെ ഭർത്താക്കന്മാർ എന്ന ഈ സംഭവം വിരൽ ചൂണ്ടുന്നത് എന്നാണ് ഞാൻ പറയാൻ ആഗ്രഹിച്ചത്.
What I wanted to try to tell was, in your life, the throne of your heart should only be devoted to Jesus Christ alone. You can't give other thrones of equal weightage to the world or to yourself or to the money or to your job. No, only if the Lord Jesus Christ alone is sitting on the throne of your heart will He be the God of your heart. That is what I was trying to portray through this incident with the Samaritan woman and Jesus. ഞാനൊരു കഥ കേട്ടിട്ടുണ്ട് ഇങ്ങനെ. I have heard a story like this. ഒരു ചെറുപ്പക്കാരൻ അവന് സുവിശേഷ ഒരു പ്രവൃത്തി അത് വായിച്ച് അവൻ വിചാരിച്ചു കർത്താവിനെ തൻ്റെ നാഥനായിട്ട് സ്വീകരിക്കാം എന്ന് അവൻ വിചാരിച്ചു. He came to read about Jesus Christ, and he, having concluded like this, I will make Jesus the Lord of my heart. അവന് തൻ്റെ ഹൃദയത്തിലെ കർത്താവിനെ വാഴിക്കാം എന്ന് തീരുമാനിച്ചു. And he decided that he will now appoint Jesus Christ as the Lord of his heart. പക്ഷെ അപ്പൊ തന്നെ അവനൊരു പ്രശ്നമുണ്ട്. അവന് തൻ്റെ ജീവിതം മുഴുവനായിട്ട് കർത്താവിന് കൊടുക്കാനായിട്ട് അവനൊക്കുകയില്ല. അവന് മറ്റു പല താല്പര്യങ്ങളും. But there was a small problem that he was facing. He was not able to give the full authority to Jesus alone because he had other priorities also. കഥയിൽ പറയുന്നത് ഹൃദയമെന്നല്ല, അവൻ്റെ ആ വീട് കർത്താവിനായിട്ട് കൊടുക്കാമെന്ന് തീരുമാനിച്ചു. പക്ഷെ വീട് മുഴുവനായിട്ട് കൊടുക്കാൻ അവന് ഒക്കുകയില്ല. ആ വീട്ടിലെ പല മുറികളിൽ അതിൻ്റെതായ പല സാധനങ്ങൾ വെച്ചിട്ടുണ്ട്, അത് മാറ്റാൻ ഒക്കുകയില്ല. In the story, it is pictured like this. He was not willing to give the whole house to the Lord because there were many other rooms which had other things. He was not willing to give all the rooms of his house completely into the hands of the Lord. അവന് കർത്താവിനെ വേണം താനും. But even though he has this limitation in his life, he still wanted Jesus to be in that house. അവന് എന്ത് ചെയ്തു? കർത്താവിനെ ക്ഷണിച്ച് വീട്ടിലേക്ക് കൊണ്ടുവന്നു. കർത്താവിന് ഒരു പ്രധാനപ്പെട്ട ഒരു മുറി കർത്താവിന്. So what he did was, he invited Jesus and he gave one very important room in that house to the Lord. കർത്താവിനോട് പറഞ്ഞു, കർത്താവ് പല മുറികളുണ്ട്, എങ്കിലും ഇതാണ് പ്രധാന മുറി, ഈ പ്രധാന മുറി നിനക്ക് മാത്രമായിട്ട് തരുന്നു എന്ന് പറഞ്ഞു. So he told the Lord Jesus Christ like this, I know there are many rooms in this house, but the most important room is this room which I am giving to you fully. കഥയില് കർത്താവ് ഒന്നും പറഞ്ഞതായിട്ട് കർത്താവ് അത് ആ മുറിയിൽ ഇരുന്നതായിട്ടാണ് കഥയിൽ പറയുന്നത്. In the story, it is mentioned that Jesus was sitting in that room that was given to him. ഇവന് ആ വീടിന്റെ വാതിലുകളെല്ലാം അടച്ച്, എന്നിട്ട് അവൻ അടുത്ത മുറിയിൽ അവന്റെ ചില കാര്യങ്ങൾക്ക് വേണ്ടി പോകാൻ നോക്കിയപ്പോൾ പുറത്തെ വാതിലില്, അടച്ചിട്ട വാതിലില് ആരോ പുറത്തു നിന്ന് മുട്ടുന്നു. So when he was trying to go to another room to do something personal, in the door that was closed, he can hear a knocking. അവന് ഇതെപ്പോഴും ആരാണ് വന്ന് മുട്ടുന്നത് നോക്കിക്കളയാമെന്ന് വിചാരിച്ച് ഒരു ജനലിന്റെ ഒരു വശത്ത് കൂടെ നോക്കിയപ്പോൾ അവൻ ഭയപ്പെട്ടു പോയി. When he tried to curiously look who is the one who is knocking right now, he looked through the window of one of that room. He got afraid for a moment. അവിടെ വന്ന് ഫ്രണ്ടിലെ വാതിലിൽ വന്ന് മുട്ടിക്കൊണ്ട് നിന്നത് പിശാചാണ്. The one who was coming and knocking in that opening door, it is the devil himself. അവന് പിശാചിനെ ഭയങ്കര ഭയമായോണ്ട് അവൻ ഓടി യേശു ഉണ്ടായിരുന്ന മുറിയിലേക്ക് ചെന്നു. So because he was afraid that it was Satan who was knocking at the front door, he quickly ran to the room where Jesus was living.
ആ, അവൻ ഓടി ചെന്നിട്ട് കർത്താവിനോട് പറഞ്ഞു, കർത്താവേ, നമ്മുടെ ഫ്രണ്ടിലെ വാതിലില് പിശാച് വന്ന് മുട്ടിക്കൊണ്ടിരിക്കുന്നു. ഈ വീടിന്റെ നാഥൻ എന്നുള്ള നിലയില് അവിടുന്ന് ചെന്ന് വാതില് തുറന്ന് അവനെ ഓടിക്കണേ എന്ന് ഈ ചെറുപ്പക്കാരൻ കർത്താവിനോട് പറഞ്ഞു. The young man is coming and telling Jesus like this, because you are the Lord of this house, shouldn't you now be going and opening that front door, and you should be fleeing Satan away? Shouldn't you be doing that? അപ്പൊ കർത്താവ് പറഞ്ഞു, അല്ല, ഞാന് വീടിന്റെ മുഴുവൻ നാഥനല്ലല്ലോ, ഒരു മുറിയല്ലേ നീ എനിക്ക് തന്നിട്ടുള്ളൂ. So Jesus responded back to him, telling, but I am not the Lord of the whole house. You have only given me one room in this house. ആ, അപ്പോഴാണ് അവന്റെ തെറ്റ് മനസ്സിലായത്. It is at that reply of Jesus did he understand the mistake that he has done. ഞാൻ പറഞ്ഞു, കർത്താവെ, എനിക്ക് തെറ്റുപറ്റി. അങ്ങേ ഞാൻ എൻ്റെ വീട്ടിലെ മറ്റു മുറികളിലെ ആവശ്യമില്ലാത്ത സാധനങ്ങളെല്ലാം എടുത്ത് കളയുന്നു. ഈ മുഴുവൻ വീടും അങ്ങയുടേതാണ്, പൂർണ്ണമായിട്ട് അങ്ങേക്കായിട്ട് ഞാൻ സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞ് അവന് ആ വീടിന്റെ മുഴുവൻ നാഥനായിട്ട് കർത്താവിനെ വാഴിച്ചു. So then he is telling to Jesus, Lord Jesus, I will throw out all the unwanted things from all the other rooms, and I want to appoint you as the Lord of this full house, of all the rooms. അപ്പോ അങ്ങനെ അവന് പൂർണ്ണ ഹൃദയത്തോടെ കർത്താവിനായിട്ട് തന്റെ മുഴുവൻ ഹൃദയവും തന്റെ മുഴുവൻ വീടും കൊടുത്തതിന് ശേഷം കൊടുത്തപ്പോ കർത്താവ് ചെന്ന് ആ മുട്ടിക്കൊണ്ടിരുന്ന ശബ്ദം കേട്ട് ആ മുൻപിലത്തെ വാതില് തുറന്നു എന്നാണ് കഥയിൽ പറയുന്നത്. In the story it goes like this: once this young man gave the full authority of the whole house to Jesus, and the knocking was still being heard in the front door, Jesus went and opened the door, is how the story goes. അപ്പോ കർത്താവ് ചെന്ന് വാതിൽ തുറന്നു നിന്നപ്പോ പിശാച് കർത്താവിനെ കാണുകയും അവനെ വാലിൽ കൂട്ടി അവിടുന്ന് ഓടി രക്ഷപ്പെട്ടു, സ്ഥലം വിട്ടു. ഇതാണ് കഥ പറയുന്നത്. The story continues, when Jesus opened the door, Satan saw Jesus and he became very afraid and he vanished immediately. That is how the story gets concluded. പ്രിയപ്പെട്ടവര്, ഇതിൻ്റെ അകത്ത് പ്രധാനമായിട്ട് ഉള്ളത്, നമ്മള് കർത്താവിനായിട്ട് നമ്മുടെ ഹൃദയം കൊടുക്കുമ്പോൾ അതിലെ ചില മുറികൾ നമുക്കായിട്ട് പിടിച്ചു വെക്കാൻ ഒക്കുകയില്ല. അത് മുഴുവനായിട്ട് കർത്താവിന് കൊടുക്കണം. Dear ones, when we are telling that we are giving the full house to the Lord, we cannot be reserving some rooms for our own self. We have to give it fully unto the Lord. 5 ഭർത്താക്കന്മാരോടൊപ്പം 6ാമതായിട്ട് കർത്താവിനെ കൊണ്ടുവന്ന് വാഴിക്കാൻ ശ്രമിച്ചാൽ കർത്താവ് പറയും, 6ാമത്തേത് നിനക്കിപ്പോ 6ാമതുണ്ട്, പക്ഷെ അവൻ ഭർത്താവല്ല. അവൻ ആ നിലയിൽ അങ്ങനെ ഒരാളുടെ ഉത്തരവാദിത്വം എടുക്കാൻ കർത്താവ് തയ്യാറാവുകയില്ല. If you have 5 other gods, and along with that 5 god you are appointing the 6th god, then the Lord is telling, I will not be your God along with others. നമ്മുടെ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കർത്താവിനായിട്ടൊരു ടോട്ടൽ, കംപ്ലീറ്റ്, അബ്സല്യൂട്ട് ആൻഡ് പെർഫെക്റ്റ് സറണ്ടർ കർത്താവിനോട് ബന്ധത്തിൽ നടത്തിയിട്ടുണ്ടോ? Dear ones, have we done a total, complete, perfect, absolute surrender to our Lord in our life? ഗലാത്യരുടെ ലേഖനം 2-ാമധ്യായം 20-ാമത്തെ വാക്യം നമുക്ക് വളരെ പരിചിതമായ വാക്യമാണ്. Galatians 2:20 is a verse that we are familiar with. ഇവിടെ നമ്മൾ കാണുന്നത്, ഞാൻ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു, ഇനി ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തു അത്രേ എന്നിൽ ജീവിക്കുന്നു. Galatians 2:20 അല്ല ബ്രദറെ? 2-ാമത്തെ വാക്യം, ഞാൻ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു, ഇനി ജീവിക്കുന്നത് ഞാനല്ല,
ക്രിസ്തു അത്രേ എന്നിൽ ജീവിക്കുന്നു. ഇപ്പോൾ ഞാൻ ജഡത്തിൽ ജീവിക്കുന്നതോ എന്നെ സ്നേഹിച്ച് എനിക്ക് വേണ്ടി തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്ത ദൈവപുത്രങ്കലുള്ള വിശ്വാസത്താൽ അത്രേ ജീവിക്കുന്നത്. I have been crucified with Christ, and it is no longer I who live, but Christ lives in me. And the life which I now live in the flesh, I live by faith in the Son of God, who loved me and gave himself up for me. ഇവിടെ കണ്ടോ, ഞാൻ ക്രിസ്തുവിനോട് കൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. In this verse it is mentioned that I have been crucified with Christ. കണ്ടോ, നമ്മുടെ ഒരു അസ്തിത്വം ഇല്ലാതായിരിക്കുന്നു. ഇനി ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തു അത്രേ എന്നിൽ ജീവിക്കും. That I no longer has any existence, but it is Christ who is having existence. പക്ഷേ അതിന്റെ 20ന്റെ അവസാന ഭാഗത്ത് പ്രായോഗികമായ നമ്മുടെ ഇവിടുത്തെ ജീവിതത്തോട് ബന്ധപ്പെട്ട് വളരെ പ്രായോഗികമായിട്ട് പറഞ്ഞിരിക്കുന്നത്, എങ്കിലും ഞാൻ മരിച്ചെങ്കിലും ഞാൻ എന്ത് ചെയ്യുന്നു, ഞാന് കർത്താവിനോട് കൂടെ ക്രൂശിക്കപ്പെട്ട ആള് മരിച്ചു, എന്നാൽ ഇനി ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തു അത്രേ എന്നിൽ ജീവിക്കുന്നു എന്ന് വരെ പറഞ്ഞിരിക്കുന്നു. അപ്പോൾ പിന്നീട് തന്റെ ഒരു എക്സിസ്റ്റൻസിനെ കുറിച്ച് പറയുകയില്ല എന്നാണ് നമ്മൾ കരുതുന്നത്. It is written very practically over here that I have been crucified with the Lord, and it is the Lord Jesus who is living in me. And that verse is trying to indicate that no more of myself will live. That is what this verse is trying to tell. We think like that. എന്നാൽ പ്രായോഗിക തലത്തില് നമ്മള് രക്ഷിക്കപ്പെട്ട് കർത്താവിനായിട്ട് നമ്മുടെ ജീവിതം ഏൽപ്പിച്ചു കൊടുത്തപ്പോ അവിടെ കൊണ്ട് നമ്മുടെ ജീവിതം അവസാനിച്ചില്ലല്ലോ. ഇപ്പോഴും നമ്മൾ ജഡത്തിൽ ജീവിക്കുന്നുണ്ട്. നമ്മൾ ഒരു കുടുംബത്തെ പുലർത്തുന്നുണ്ട്, കുഞ്ഞുങ്ങളുടെ കാര്യം നോക്കുന്നുണ്ട്. ഇപ്പോഴും ഞാൻ ജഡത്തിൽ ജീവിക്കുന്നുണ്ട്. Even though it is mentioned that we have surrendered everything and I is no longer there, it is Christ who is living, but on a practical note, I am still living in the flesh. I am taking care of my family, I have other needs in this world. എന്നാൽ അതെങ്ങനെയാണ്? ഇപ്പോൾ ഞാൻ ജഡത്തിൽ ജീവിക്കുന്നതോ എന്നെ സ്നേഹിച്ച് എനിക്ക് വേണ്ടി തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്ത ദൈവപുത്രങ്കലുള്ള വിശ്വാസത്താൽ അത്രേ ഞാൻ ജീവിക്കുന്നത്. And while I am in the flesh, how am I living? I am living by faith in the Son of God who loved me and gave himself up for me. പ്രിയപ്പെട്ടവരെ, ഇത് കണ്ടോ, വളരെ പ്രായോഗികമായിട്ട് ഉള്ള രണ്ട് വാക്യങ്ങളാണ്, ഒരു വാക്യമാണ് നമ്മൾ ഇവിടെ വായിച്ചത്. Dear ones, can you see that a verse that we read right now is a very practical Christian life verse. നമ്മൾ പൂർണ്ണമായിട്ട് കർത്താവിനോട് കൂടെ ക്രൂശിക്കപ്പെട്ടു. ഇനി ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തുവാണ് എന്നിൽ ജീവിക്കുന്നത്. We have been crucified with Jesus Christ, and I no longer live, and it is Christ who lives in me. അപ്പോൾ തന്നെ, അങ്ങനെ ആയിരിക്കുമ്പോൾ തന്നെ ഞാന് ഇപ്പോഴും ഈ ഭൂമിയിൽ ജീവിക്കുന്നുണ്ട്. ഈ ഭൂമിയിൽ ഇപ്പോൾ ഞാൻ ജഡത്തിൽ ജീവിക്കുന്നുണ്ട്. Even though that is the truth about my life, I am still in the flesh, living in this world currently. ഞാൻ ഈ ജഡത്തിൽ ജീവിക്കുമ്പോൾ തന്നെ ഞാൻ ആ ജഡത്തിൽ എനിക്ക് വേണ്ടിയല്ല ജീവിക്കുന്നത്, എനിക്ക് വേണ്ടി തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്ത ദൈവപുത്രന് വേണ്ടിയാണ് ഈ ജഡത്തിൽ ഇപ്പോൾ ഞാൻ ജീവിക്കുന്നത് എന്ന് ആ കാര്യം ഇരിക്കുന്നു. This verse is trying to tell that even while I am living in the flesh on this earth, I am not living for myself, but I am living for the Lord Jesus Christ who gave his life up for me. That is what this verse is trying to tell. കണ്ടോ പ്രിയപ്പെട്ടവരെ, ഈ ക്രിസ്ത്യൻ ജീവിതം കർത്താവിനായിട്ട് നമ്മൾ സമ്പൂർണ്ണമായിട്ട് സമർപ്പിച്ചു. പക്ഷേ പ്രായോഗിക കാര്യങ്ങളിൽ നമ്മൾ തന്നെ ജോലിക്ക് പോകണം, നമ്മൾ തന്നെ കുടുംബത്തിന്റെ കാര്യം പോറ്റണം. അതെല്ലാം ചെയ്യുമ്പോ നമ്മൾ നമുക്കായിട്ടല്ല ജീവിക്കുന്നത്, ദൈവത്തോടുള്ള സ്നേഹത്തെ പ്രതി നമ്മൾ ഈ കാര്യങ്ങൾ ചെയ്യുന്നു എന്നുള്ളതേ ഉള്ളൂ. നമ്മുടെ ജീവിതത്തിന്റെ ഉടമസ്ഥന് നമ്മളല്ല, നമ്മളത് കർത്താവിനെ ഏൽപ്പിച്ചു കഴിഞ്ഞു. അങ്ങനെ ഒരു ജീവിതമാണ് ഇവിടെയുള്ളത്. ഇത് സാധാരണ ബുദ്ധിക്ക് മനസ്സിലാകുന്ന ഒരു വാക്യമല്ല, പക്ഷേ
ഇതാണ് ക്രിസ്ത്യാനികൾ. Even though the truth is I have given up my life to Jesus Christ, but this verse is practically telling that while I am in the flesh, I am living to express my love for Jesus Christ who lived and died for me. I am the one who is going to the office, I am the one who is taking care of my family, but my life is an expression of my love towards Jesus Christ. നമ്മൾ വായിച്ചു തുടങ്ങിയ ആ വാക്യത്തിലേക്ക് നമുക്ക് മടങ്ങി വരാം. Let us come back to that first verse that we read, 2 Corinthians 11. അവിടെ നമ്മൾ കാണുന്നത് നമ്മള് ക്രിസ്തു എന്ന ഏക പുരുഷൻ നമ്മളെ തന്നെ നിർമ്മല കന്യകയായിട്ട് വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നു. I have betrothed you to one husband to present you as a pure virgin to Christ. എന്നാൽ ഈ നമ്മുടെ ആ കമ്മിറ്റ്മെന്റിൽ നിന്ന് നമ്മളെ വീഴ്ച കളയാൻ പിശാച് അവന്റെ എല്ലാ ശ്രമങ്ങളും നടത്തും. The devil will do all his efforts to pull us back from this sincere commitment of ours. അവന് ഉപായി ആയതുകൊണ്ട് അവനറിയാം അവൻ തന്നെ ഈ ഭർത്താവിന് ഏകപുരുഷന് ഒരു ബദലായിട്ട് വന്നാൽ നമ്മൾ സ്വീകരിക്കുകയില്ല, നമ്മൾ അവനെ കണ്ട് പേടിച്ചു പോകും എന്നവനറിയാം. Because he is a trickster, he knows that if he comes as he is, the devil comes in front of us as he is as a husband, we will realize it and we will reject him. അതുകൊണ്ട് അവന് കണ്ടാൽ നമുക്കത്ര പേടി തോന്നാത്ത, ഒരുപക്ഷെ ചിലപ്പോ ആത്മീയതയുടെ ഒരു പുറംമൂടി പോലും ഉള്ള മറ്റ് ചിലതിനെ കർത്താവിന് പകരം കർത്താവിനോടൊപ്പം തന്നെ നമ്മളോടൊപ്പം ആയിരിക്കാനായിട്ട് അയച്ചെന്നിരിക്കും. Because he knows that if he comes in the real form, we will be afraid. He will come in a different form that will look very similar even to the Lord Jesus Christ, and he will try to come before us in different crafty ways. ലോകത്തെയോ പണത്തെയോ അല്ലെങ്കിൽ മതത്തിന്റെ പേരിലുള്ള ചില ചടങ്ങുകളെയോ ഒക്കെ ഇതിനോട് ചേർത്ത് കർത്താവിനോട് ചേർത്ത് നമ്മൾ ഹൃദയത്തിൽ കൈക്കൊള്ളാനായിട്ട് അവൻ പറഞ്ഞു വിട്ടെന്നിരിക്കും. He will send these other husbands, maybe in the form of world, maybe in the form of money, maybe in the form of even religious rituals that look very similar to the Lord. നമ്മൾ അതിനൊന്നും വഴിപ്പെട്ടു പോകാതെ നമ്മുടെ ഹൃദയം അത് ഏകാഗ്രവും നിർമ്മലവുമായിട്ട് ഏക പുരുഷന് നൽകണം. അതാണ് നിങ്ങളിൽ ഞാൻ ആഗ്രഹിക്കുന്നത്. What the Lord today desires from us is that we must realize all these dangers and we must be betrothed to that one husband and have that sincere and pure devotion to Jesus Christ alone. That is what the Heavenly Father desires out of our life. ഈ കാലഘട്ടത്തിൽ നമ്മുടെ ഹൃദയത്തിന്റെ ആ ബന്ധം, ആ നിലയിലുള്ള അടുപ്പം ആരോടാണ്, ഏതിനോടാണ്, ഈ കാര്യത്തെ നമുക്ക് ശോധന ചെയ്യാം. So let us really judge ourselves towards the end of time. With whom and with what is your heart attached to, or with what is it related to? കർത്താവിന്റെ ന്യായാസനത്തിന് മുമ്പാകെ നിൽക്കുമ്പോൾ ഈ കാര്യം ഏറ്റവും പ്രസക്തം. നമ്മുടെ ഹൃദയബന്ധം ആരോടായിരുന്നു? വലതിനോടൊപ്പം കർത്താവോട് നമ്മുടെ ദൈവമായിരിക്കുകയില്ല. ഒന്നുകിൽ അവിടുന്ന് പൂർണ്ണമായിട്ടും നമ്മുടെ ദൈവമായിരിക്കും, അല്ലെങ്കിൽ നമ്മുടെ കർത്താവേ അല്ല എന്നുള്ളതാണ് നമ്മൾ കണ്ടത്. When we stand before the judgment seat of God, it will be very important to see with what our relationship was. Was it that along with many other relationships, one of them is the Lord? No, that is not what the Lord wants. He only wants to be the only husband of our lives.
വീണ്ടും നമ്മളെ തന്നെ സമർപ്പിക്കുകയും നമുക്ക് നമ്മുടെ ഹൃദയങ്ങളെ പൂർണ്ണമായിട്ട് കർത്താവിനായിട്ട് സമർപ്പിച്ച് ആ നിലയിൽ നമ്മുടെ മുന്നോട്ടുള്ള ജീവിതത്തെ ആ നിലയിൽ നമുക്ക് ദൈവത്തിനായിട്ട് കൊടുക്കാം. ദൈവം ഈ വചനങ്ങളാൽ നമ്മളെ അനുഗ്രഹിക്കുക. Let us really give our life one more time to the words that we have heard, and may the Lord help us. ദൈവം നമ്മെ അനുഗ്രഹിക്കുമെന്ന്. I want to commit my words and extend my thanks, and may the Lord help all of us.